ജീവനില്ലെങ്കിലും മനുഷ്യന്റെ ചോര കുടിക്കുന്നത് ആരാണ്? ഇപ്പൊ കൊതുക് കുടിക്കുന്നു. ആ യെസ്, സിറിഞ്ച. പറ, ഉത്തരവാണെങ്കിൽ അത് പറ. ഊറ്റി കുടിക്കാറില്ലേ? ആ സിറിഞ്ച്. കറക്റ്റ് ആണോ? ഉത്തരവാണോ? അതാണോ ഉത്തരം? ആ, സിറിഞ്ച്. ഇഞ്ചക്ഷൻ എടുക്കാം. ഉറപ്പിക്കാലോ? ശരിയായ ഉത്തരം ഒന്ന് പറയൂന്ന്. അതെ, എനിക്ക് പറ്റിയ ചോദ്യം. അതാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോര കുടികളിൽ സ്പെഷ്യലൈസ് വല്ലതും ചെയ്യുന്നുണ്ടോ? മറ്റേ എനിക്ക് പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് നേരത്തെ പറഞ്ഞില്ലേ, ജീവൻ ഉണ്ടോ ഇല്ലയോ? ജീവന് അങ്ങനെ തരംതിരിക്കാറുണ്ടല്ലോ. പക്ഷികൾ, മൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യനെയൊക്കെ ആയിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നമുക്ക് പറ്റുന്നതാണോ ഇത്, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നതാണോ? ചിലപ്പോൾ നമുക്ക് പറ്റാത്തതുണ്ട്. നമ്മൾ അസാമാന്യ കഴിവുള്ളവനായിരിക്കാം. ആന തടി വലിക്കും, പക്ഷെ ബീഡി വലിക്കാൻ പറ്റില്ല. ഇല്ലേ? ആനക്ക് തടി വലിക്കാം, പക്ഷെ ബീഡി വലിക്കാൻ പറ്റും. കടന്നൽ ഓടിച്ചിട്ട് കുത്തും, സ്വന്തമായിട്ടൊരു പൊട്ട് കുത്താൻ അവന് ഇതുവരെ പറ്റും. അതാ ഇല്ലേ? കൊതുക് ചിക്കൻ കുനിയെ വരത്തും, ഒരു ചപ്പാത്തി വരുത്താൻ പറഞ്ഞാൽ പറ്റും? പറ്റില്ല. മഴ കൊണ്ട് നമുക്ക് മരം വെട്ടാൻ പറ്റും, മഴ കൊണ്ട് നമുക്ക് മീശ വെട്ടാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോരോ പണി പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? കലക്കി. അപ്പോ ഇനി നിങ്ങൾ രണ്ടുപേരിൽ ആര് പോകുന്നു നിലവറയ്ക്കുള്ളേ? സാജയുടെ വീട്ടിലെ ഷോപ്പിംഗ് സാജോട്ട് തന്നെയാണോ ചെയ്യുന്നത്? വൈഫും അവരൊക്കെയാണ് പോവാറ്. കാര്യം അടുക്കളയിൽ ഫുള്ള് അവരാണല്ലോ. നമ്മൾ പാചകമാണ്, അവര് പാചകം. നോക്കാം, നമുക്ക് നോക്കാം. റെഡി? ഓടു, വാരു, നേടു, ഗോ. ഓക്കെ, സാധനങ്ങളുടെ വിലയൊക്കെ ഏകദേശം നല്ലൊരു ഐഡിയ വെച്ചിട്ടാണ് സാധനം വന്നിരിക്കുന്നത്. പഞ്ചസാര എടുത്തു, അരിപ്പൊടി എടുത്തു, ഓക്കെ, വീണ്ടും അരി എടുത്തു, പരിപ്പെടുത്തു, പിന്നെ 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 യെസ് യെസ് 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 9, 8, 7. ലാവിഷ് സമയം, ലാവിഷ് സമയം. ഈ ഓടുന്നവരോടൊരു നന്ദി അല്ല, ഓടുന്നവരോടെ ഓട്ടം പ്രത്യേകമായിട്ടൊരു ബഹുമാനം, ഒരു ബഹുമാനം തോന്നുന്നു. ഇതെനിക്ക് ഉറപ്പുണ്ട്, ഇത് 1000-ന് താഴെ. പക്ഷെ 100-150 രൂപ അത്ര അധികം കൂടുതൽ അല്ല ഒരെണ്ണത്തിന്. അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നല്ലേ പറ്റുള്ളൂ. ഇത് വേണോ? ബോക്സ് നമുക്ക് നോക്കാം. കാര്യം കാണാത്തത് കാണണമെന്നാ പറയണം. അതെ, അത് കണ്ടല്ലോ, ഞാനിത് എടുക്കാണല്ലോ. ഇതപ്പോ ഇതല്ല, നമുക്ക് ബോക്സ് തന്നെ മതി. ചിലപ്പോ ബോക്സിൽ ഒന്നും ഉണ്ടാവാനും സാധ്യതയില്ല. സന്തോഷവും. അപ്പൊ ഒരു ബോക്സ് തുറന്നു കാണാമല്ലോ. ഓക്കെ, എന്തായാലും ഇതിന്റെ വില ഒന്ന് നോക്കാം അല്ലേ? വില ഒന്ന് കണ്ടിട്ട് ഇതെത്രയാ? 82. അത് സാധ്യത കറക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കൂടുതലുണ്ടെന്ന്. 70 ഇപ്പോഴും 152 ആയിട്ടേ ഉള്ളൂ. അരി 60, 212. പഞ്ചസാര 56. ഞാൻ എനിക്കുള്ളതാണ് എടുത്തത്, ഇവന്റെ കാര്യം 268. ഇത് ആട്ട 80. എല്ലാം കൂടി എത്രയെന്ന് അറിയോ സാഞ്ചേട്ടാ? 348 രൂപയ്ക്ക് സാഞ്ചേട്ടാ എടുത്തിട്ടുള്ളൂ. സാഞ്ചേട്ടാ, അയത്തേട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഇത് 348ന്റെ സാധനം അല്ല, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കില്ല, ഇവന്റെ കാര്യം മറന്നു. അല്ല, സാഞ്ചറിന്റെ കാര്യം തന്നെ ആണല്ലോ. ബോക്സ് തന്നെയാണെന്ന് ഉറപ്പാണ്? ഉറപ്പല്ലേ? അല്ല, അങ്ങനെ രണ്ടാമതൊരു ആലോചനയുണ്ടോ? ഇല്ല, രണ്ടാമതൊരു ആലോചന ഇല്ല. അങ്ങനെ ആലോചന ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടിട്ട് രണ്ടാളും. മീനാക്ഷി, സാഞ്ചേട്ടൻ മറ്റേ ആകാംക്ഷ അല്ലേ ബോക്സിനകത്ത് എന്താണെന്ന് കാണാനായിട്ട്. ആ വരവ് കാണും പറയാ. അത് ഞാനൊന്നുമില്ല, അത് വെയിറ്റ്ലെസ്സാ. വെയിറ്റ് ഉണ്ടോ ഇതോട്ടാ? വെയിറ്റ്ലെസ്സാ. എന്തോ ഉണ്ട്, വെയിറ്റ്ലെസ്സാ. ഭയങ്കര സംഭവമാണെങ്കിൽ പെട്ടെന്ന് പറയണ്ട, പിന്നെ പറഞ്ഞാലും മതി. വേണ്ട, അജിത്ത് ആദ്യം പോയി നോക്ക്. എനിക്ക് സുഖമില്ലാത്ത എന്നാന്നറിയാലോ. ഓക്കെ അല്ലേ? സാധനം നല്ലല്ലേ? എന്താണ്, ഹാപ്പിയാണോ? അല്ലേ? പൊട്ടോ? നല്ലല്ലേ? സാഹചര്യം കൂടിയല്ലേ നോക്കാവുള്ളൂ. നോക്കിയേക്ക് പതുക്കെ പോയാ മതി. അയ്യോ, തകർത്ത് കളഞ്ഞു. എല്ലാരും കണ്ട സ്ഥിതിക്ക് ഇനി ഓഡിയൻസിനെ കൂടിയേ കാണിക്കാവുള്ളൂ. അവരെ കാണിക്കണ്ട, കാണിച്ചേക്കല്ലേ? കൈയടിക്കുന്നില്ല.
നമ്മുടെ മനസ്സ് പോലെ തന്നെയാണ്, ഒന്നുമില്ല. അതിനുത്തരം വന്നു. നമ്മൾ ഇന്ന് വരെയും സമ്മാനങ്ങൾ ഇരിക്കണ പെട്ടിയെ കണ്ടിട്ടുള്ളൂ. സമ്മാനങ്ങളില്ലാത്ത ഒരു കാലിപ്പെട്ടി എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ കാലിപ്പെട്ടി കാണാനുള്ള ഒരു ത്വര അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ ആരെങ്കിലും ഫ്രീ പെട്ടി പിടിച്ചു നടക്കുവോ? ഫ്രീ പെട്ടി പിടിച്ചു നടക്കണ ആരെങ്കിലും കണ്ടോ? സുഖമില്ലാത്ത. പക്ഷെ ആ ഫ്രീ പെട്ടിയിൽ നമുക്ക് കാണുമ്പോ കിട്ടുന്ന ഒരു സുഖം വലിയ സുഖമൊന്നുമില്ല. അതിപ്പോ കണ്ടു. കുറച്ചു നേരമായിട്ട് അതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടേ വലിയ സുഖമൊന്നുമില്ല.